നമുക്ക് അടുത്തതായിട്ട് ഡീകോഡർ എന്താണെന്ന് പഠിക്കാം. തിയറി നോക്കുക. എ ഡീകോഡർ ഈസ് എ ലോജിക് സർക്യൂട്ട് ദാറ്റ് അക്സെപ്റ്റ്സ് എ സെറ്റ് ഓഫ് ഇൻപുട്സ് ദാറ്റ് റെപ്രസെൻറ്റ്സ് എ ബൈനറി നമ്പർ ആൻഡ് ആക്ടിവേറ്റ്സ് ദാറ്റ് ഔട്ട്പുട്ട് വിച്ച് കറസ്പോണ്ടിങ് ടു ദ ഇൻപുട്ട് ബൈനറി നമ്പർ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻപുട്ടിൽ 0 കൊടുക്കുന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y0 അല്ലെങ്കിൽ ഏത് ഔട്ട്പുട്ടാണോ 0 റെപ്രസെൻറ്റ് ചെയ്ത ഔട്ട്പുട്ടാണോ ആ ഔട്ട്പുട്ട് അത് ആക്ടിവേറ്റ് ചെയ്യും. അതാണ് പറയുന്നത് ആക്ടിവേറ്റ്സ് ദാറ്റ് ഔട്ട്പുട്ട് വിച്ച് കറസ്പോണ്ടിങ് ടു ദ ഇൻപുട്ട് ബൈനറി നമ്പർ. അടുത്തത് എ ഡീകോഡർ ഹാസ് n ഇൻപുട്ട്സ് ആൻഡ് ആൻ എനേബിൾ ലൈൻ ആൻഡ് 2n ഔട്ട്പുട്ട് ലൈൻ. എന്ന് വെച്ചാൽ ഒരു ഡീകോഡറിന് n ഇൻപുട്ടും കാണും, ഔട്ട്പുട്ട് 2n ആയിരിക്കും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് 2 ആണെങ്കിൽ ഔട്ട്പുട്ട് 2n എന്ന് വെച്ചാൽ 2² = 4. 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 4 ഔട്ട്പുട്ട് ആയിരിക്കും ഉള്ളത്. ആ സമയത്ത് 3 ഇൻപുട്ടാണ് നമുക്ക് എന്ത് കിട്ടും? 2³ 8 എന്നുള്ള ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. ഇത് ജനറൽ ബ്ലോക്ക് ഡയഗ്രമാണ്. 2x4 ഡീകോഡറിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. I0 I1 എന്ന് പറയുന്നത് ഇൻപുട്ട്, ഒരു എനേബിൾ ലൈൻ. എനേബിൾ ലൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർക്യൂട്ടിനെ എനേബിൾ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു മെയിൻ സ്വിച്ച് പോലെ ആ സർക്യൂട്ടിന് വേണ്ടി ആക്ട് ചെയ്യുക. എനേബിൾ ലൈൻ ഓൺ ആക്കിയെങ്കിൽ മാത്രമേ ആ സർക്യൂട്ട് ഓൺ ആവുകയുള്ളൂ. O0 O1 O2 O3 എന്നുള്ളത് ഔട്ട്പുട്ടാണ്. അടുത്ത് നോക്കാം. ജനറൽ ബ്ലോക്ക് ഡയഗ്രം n ഇൻപുട്ട് ആൻഡ് 2n ഔട്ട്പുട്ട്, ഒരു എനേബിൾ ലൈൻ. വേർ E = 0. നമ്മൾ എനേബിൾ 0 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡീകോഡർ എന്തായിരിക്കും? ഡിസേബിൾഡ് കണ്ടീഷൻ ആയിരിക്കും. ആ സമയത്ത് E = 1 ആണെങ്കിൽ എന്തായിരിക്കും? ആ ഡീകോഡർ എനേബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ എനേബിൾ 0 ആയി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുത്താലും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം എന്താണ്? ഈ ഡീകോഡർ ഓഫ് കണ്ടീഷൻ ആയിരിക്കും. ആ സമയത്ത് എനേബിളിൽ നമ്മൾ 1 കൊടുത്തിട്ട് ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഡീകോഡർ ഈസ് എ മൾട്ടി ഇൻപുട്ട് മൾട്ടി ഔട്ട്പുട്ട് ലോജിക് സർക്യൂട്ട് വിച്ച് ഡീകോഡ്സ് n ഇൻപുട്ട് ഇൻറ്റു 2n പോസിബിൾ ഔട്ട്പുട്ട്. എന്ന് വെച്ചാൽ n ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും 2n ആയിരിക്കും. നമുക്ക് അടുത്ത ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം 2 to 4 ഡീകോഡർ എന്ന് വെച്ചാൽ 2 ഇൻപുട്ട് ആൻഡ് 4 ഔട്ട്പുട്ടുള്ള ഡീകോഡർ. നമുക്കറിയാം ഫസ്റ്റ് നിങ്ങൾ ട്രൂത്ത് ടേബിൾ നോക്കുക മനസ്സിലാവും. എനേബിൾ ഞാൻ 0 കൊടുത്തു. എനേബിൾ 0 കൊടുത്താൽ എ ആൻഡ് ബി ഇൻപുട്ടാണ് എ ബി. അത് ഇൻറ്റു മാർക്ക് എന്ന് വെച്ചാൽ ഡോൺ കെയർ കണ്ടീഷൻ. എന്ന് വെച്ചാൽ നമ്മൾ എനേബിൾ 0 കൊടുത്തിട്ട് ഇൻപുട്ടിൽ എന്ത് കൊടുത്താലും ഔട്ട്പുട്ട് നമുക്കൊന്നും കിട്ടത്തില്ല. അടുത്ത് നോക്കുക, എനേബിൾ 1 കൊടുത്തു. ഇതിനകത്ത് ഫുൾ സർക്യൂട്ടിൽ എനേബിൾ 1 കൊടുത്തിരിക്കുകയാണ്. ഇവിടെ 1 ഇവിടെ 1 ഇവിടെയും 1. ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക. നമുക്കറിയാം 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഏതൊക്കെ കോമ്പിനേഷൻസ് വരും? 0 0 എന്ന് വെച്ചാൽ 0 വാല്യൂ ആയിരിക്കും. 0 1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 വാല്യൂ ആയിരിക്കും. 1 0 അടുത്തത് 1 1. അടുത്ത് നോക്കുക, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 0 0 കൊടുക്കുകയാണെങ്കിൽ ഏത് ഔട്ട്പുട്ടായിരിക്കും അവിടെ ആക്ടിവേഷൻ നടക്കുന്നത്? y0 എന്നുള്ള ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? എനിക്ക് 1 എന്നുള്ളൊരു വാല്യൂ കിട്ടും. കാരണം 0 0 ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? y0 ആക്ടിവേഷൻ നടക്കുന്നു. അടുത്ത് നമുക്ക് അറിയാൻ പറ്റും 0 1 എന്നുള്ള ഇൻപുട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് 1 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഏതായിരിക്കും? y1 എന്നുള്ള ഔട്ട്പുട്ട് ആക്ടിവേഷൻ ആവും. ആ സമയത്ത് 1 0യുടെ വാല്യൂ 2 ആണ്. ആ സമയത്ത് നമുക്ക് ഏത് ആക്ടിവേഷൻ നടക്കും? 1 0 എന്ന് പറഞ്ഞാൽ y2 എന്നുള്ള ഔട്ട്പുട്ട് ആക്ടിവേഷൻ ആവും. അടുത്ത് 1 1 ആണെങ്കിൽ നമുക്ക് ഏത് ആക്ടിവേഷൻ നടക്കും? y3 എന്നുള്ളത് ആക്ടിവേഷൻ നടക്കും. ഇത്രയും മാത്രമേ ഉള്ളൂ 2 into 4 ഡീകോഡർ. നോക്കുക, അടുത്ത് നമുക്കറിയാം എന്തുകൊണ്ട് ഞാൻ 0 0 കൊടുത്തപ്പോൾ y0 എന്നുള്ള ഔട്ട്പുട്ട് ആക്ടിവേഷനായി. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് 2. നമുക്കറിയാം ഔട്ട്പുട്ട് എപ്പോഴും 2n വാല്യൂ ആണ്. 2n വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് n ഞാൻ എന്ത് കൊടുത്തു? 0 കൊടുത്തു. ഇൻപുട്ട് ഞാൻ 0 0 കൊടുത്താൽ n-ൻ്റെ വാല്യൂ 0. അതുകൊണ്ട് ഏതായിരിക്കും ആക്ടിവേഷൻ ആവുന്നത്? 2n എന്ന് വെച്ചാൽ 2 0. 2 നമുക്കറിയാം 1 എന്ന് പറഞ്ഞാൽ ആ y0 എന്നുള്ള വാല്യൂ എന്ത് ചെയ്തു? അപ്പോൾ n വാല്യൂ 0 ആയതുകൊണ്ട് y0 എന്നുള്ള വാല്യൂ എനിക്ക് കിട്ടി 1 കിട്ടി. അടുത്ത് നോക്കുക 2 അവിടെ എന്ത് ചെയ്തു? n വാല്യൂ 1 ആയതുകൊണ്ട് എനിക്ക് y1 എന്നുള്ള ഔട്ട്പുട്ട് ആക്ടിവേഷനായി. അടുത്ത് നോക്കുക, നമുക്കതിൻ്റെ ഗേറ്റ് ഇംപ്ലിമെൻറ്റേഷനാണ്. ഇവിടെ നോക്കുമ്പോൾ അറിയാം y3 ഇക്വേഷൻ ആണെങ്കിൽ y3 എന്ന് പറഞ്ഞാൽ എയും ബിയും എന്ന് വെച്ചാൽ എയ്ക്ക് 1 കിട്ടി, ബിക്ക് 1 കിട്ടി. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് y3 = AB. നമ്മൾ അല്ലെന്ന് അറിയാൻ പറ്റും. y2 നോക്കുക, എ ബി ബാർ എന്ന് വെച്ചാൽ നോക്കുക A1 B0, അതുകൊണ്ടാണ് A B ബാർ. അടുത്തത്
അടുത്ത് നോക്കുക, y1 ആണെങ്കിൽ എന്താണ്? y1 ആണെങ്കിൽ എ ബാർ ബി, y0 ആണെങ്കിൽ എ ബാർ ബി ബാർ. അത്ര മാത്രമേ ഉള്ളൂ. y3 ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എന്ത് എഴുതു? ഒരു എ എന്നൊരു കണക്ഷൻ എടുത്തു. ആ എക്കകത്ത് നിന്ന് ഞാൻ എന്തെടുത്തു? എ ബാർ എടുത്തു. ഒരു ബി എന്നുള്ള കണക്ഷൻ എടുത്തു. ബിയിൽ ഞാൻ എന്തെടുത്തു? ഒരു ബി ബാർ എടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? ഞാൻ അങ്ങനെ ഓരോ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. y3 ഈക്വൽ ടു എ ബി, y2 ഈക്വൽ ടു എ ബി ബാർ, y1 ഈക്വൽ ടു എ ബാർ ബി ആൻഡ് y3 ഈക്വൽ ടു എ ബാർ ബി ബാർ. ഇത്രയേ ഉള്ളൂ 2x4 ഡീകോഡർ.